എത്ര തിരക്കുണ്ടെന്ന് പറഞ്ഞാലും ചെറുപ്പക്കാരെ കണ്ടില്ലേ, നബിദിനത്തിന്റെ തോരണം കെട്ടാൻ അവർക്ക് തിരക്കൊന്നുമില്ല. എത്ര മുടിയൊക്കെ നീട്ടിയിട്ടുണ്ടെങ്കിൽ ആ മക്കള് സംഭവം തലേന്ന് ഡെക്കറേഷൻ ബൾബ് കത്തിക്കാനും കെട്ടാനൊക്കെ ഉറക്കൊഴിയും. സത്യത്തിൽ റമദാനാണ് ഏറ്റവും ശ്രേഷ്ഠമായ മാസമെങ്കിലും നമുക്ക് ഒരുതരം എന്തോ ഒരു സാധനം ടേസ്റ്റ് വരുത്ത് റമദാനിലല്ല, പിന്നെ റബീഉൽ അവ്വലില. പൈസ ഉണ്ടെങ്കിൽ പോക്ക് നിർബന്ധം മക്കത്താണ് ഹജ്ജിന്, പക്ഷെ നമുക്ക് വേഗം എത്താൻ ഇഷ്ടം മദീന തന്നെയാണ്. അതൊരു മഹബത്താണ്. നിയമത്തിന്റെ സ്കെയിൽ കൊണ്ടൊന്നും അത് അളക്കാൻ കഴിയില്ല. തെറ്റുകുറ്റങ്ങളൊക്കെ ചെയ്തു പോകും, മൊബൈലിലൊക്കെ എൻഗേജ്ഡ് ആയി പോവും, കോസ്മെറ്റിക്സിന്റെ ലോകത്തൊക്കെ പെട്ടുപോകും. പക്ഷെ നിർത്തണ്ടേ, ഒരു കാലം വരെയല്ലേ അതൊക്കെ. ഇതെന്നെ ജീവിതാക്കാൻ പറ്റുമോ? അക്കൊന്ന് നിർത്തി ഒരു പുതിയ ജീവിതം വേണ്ടേ? അതിന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടേ മതിയാവുള്ളൂ എന്ന് ഉറച്ച തീരുമാനം ഉണ്ടായാൽ, ഇമാം നവവി റളിയല്ലാഹു അൻഹുവിനോട് ഒരാൾ വന്ന് ചോദിച്ചു, തെറ്റുകാരായ മനുഷ്യന്മാര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണുമോ സ്വപ്നത്തിൽ? സ്വാലിഹീങ്ങൾ മാത്രമാണോ റസൂലുള്ളാഹിനെ സ്വപ്നത്തിൽ കാണുക എന്ന് നവവി ഇമാമിനോട് ചോദിച്ചപ്പോൾ നവവി ഇമാം പറഞ്ഞു, അല്ലല്ലോ, സ്വാലിഹീങ്ങൾ മാത്രമേ കാണുള്ളൂ എന്ന് ആര് പറഞ്ഞു? അല്ല, തെറ്റുകാർക്കും കാണാം. ആ സംശയോത്തരം കിതാബിൽ കാണുമ്പോൾ ഒരു പ്രതീക്ഷയാണ്. ഫതാവ നവവിയിൽ ഈ മസല ഉണ്ട്. എത്ര ചെറുപ്പക്കാരികൾ, പരിചയമുള്ളവരും അല്ലാത്തവരും എത്ര പേര് കണ്ടു. നമുക്കും കാണണം കൂട്ടുകാരെ. എത്ര മനുഷ്യന്മാര് തങ്ങളെ കണ്ട് നന്നായിട്ടുണ്ട്, എത്ര പേര് നന്നായിട്ട് തങ്ങളെ കണ്ടിട്ടുണ്ട്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം.